SKN അല്പം മുമ്പ് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ബലൂചിസ്ഥാനിൽ 12 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പുതിയത്. ബലൂചിസ്ഥാനെ സംബന്ധിച്ച്, പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് തന്നെ ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു വശത്ത് ഇന്ത്യക്കെതിരായ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒരു യുദ്ധമുന്നണി ഇന്ത്യക്കെതിരായി അവിടെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ അകത്തു തന്നെ മറ്റൊരു ആഭ്യന്തര വിഷയം വന്നാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം പ്രധാനപ്പെട്ട ഫോക്കസ് ഇന്ത്യക്കെതിരായിട്ടാണോ അതോ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരായിട്ടാണോ അവർ യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങിയേക്കാം. അത് കൂനിന്മേൽ കുരുവാകും പാകിസ്ഥാൻ എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതിനെ എങ്ങനെ മറികടക്കാം എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്ന മറ്റൊരു കാര്യം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സംബന്ധിച്ച് സമീപ കാലങ്ങളിലായി അവരുടെ പോരാട്ടം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. അത് നേരത്തെ മുതൽ തന്നെ ബലൂചിസ്ഥാൻ മേഖല എന്ന് പറയുന്നത് ഇറാനോട് ചേർന്നുള്ള പാകിസ്ഥാൻ്റെ ഭാഗമാണ്. പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ തന്നെ നല്ലൊരു പങ്കും ഈ ബലൂചിസ്ഥാൻ മേഖലയാണ്. പക്ഷേ ജനസംഖ്യ പാകിസ്ഥാനിലെ 1/3 മാത്രമേ ഉള്ളൂ. ഈ ബലൂചിസ്ഥാൻ മേഖല എന്നത് പ്രകൃതിവാതകങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ സൾഫർ തുടങ്ങി നിരവധി കോപ്പർ തുടങ്ങി നിരവധി ലോഹങ്ങളാലും ഒക്കെ സമ്പന്നമായിട്ടുള്ള, ലോഹങ്ങളാലും ധാതു സമ്പുഷ്ടമായ ഒരു മേഖലയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അത് പാകിസ്ഥാന്റെ രൂപീകരണ കാലം മുതൽ തന്നെ ബലൂചിസ്ഥാനെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഇഷ്ടഭൂമിയായിരുന്നു ഈ ബലൂചിസ്ഥാൻ എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം രണ്ട് രാജ്യങ്ങളായി വേർപിരിയും മുമ്പ് ഇന്ത്യയുടെ ഒരു ഭാഗമായി തന്നെ ഈ പാകിസ്ഥാനും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനും ഒക്കെ നിലനിൽക്കുമ്പോൾ അവിടെ മഹാത്മാഗാന്ധിക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന. ഈ 48-ൽ പാകിസ്ഥാനൊപ്പം ഈ ബലൂചിസ്ഥാനെ ചേർക്കുന്നു അവർ, പാകിസ്ഥാൻ ഭരണകൂടം. പിന്നീട് 70-ലാണ് ഒരു പ്രവിശ്യ എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റുന്നത്, ഒരു പ്രവിശ്യയായി അംഗീകരിക്കുന്നത്. അതുതന്നെ ഈ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിന് അവരോടുള്ള ഒരു ചിറ്റമ്മ നയത്തിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെ കണ്ടിരുന്നു. ബലൂചിസ്ഥാനികൾ എപ്പോഴും അവരെ ഒരു സ്വതന്ത്ര രാജ്യമായി അല്ലെങ്കിൽ സ്വതന്ത്ര മേഖലയാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നവരാണ്. അവർ ആ നിലയിലുള്ള പോരാട്ടം തുടരുകയായിരുന്നു. പിന്നീട് അത് പലപ്പോഴും അവിടുത്തെ ഒരു വലിയ ആഭ്യന്തര സംഘർഷങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരു ട്രെയിൻ, യാത്രക്കാരുൾപ്പെടെ പാകിസ്ഥാനിൽ നിന്നുള്ള ട്രെയിൻ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് മാറി. ഇപ്പോൾ ഒരു ജില്ല, കാലത്തെന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല, അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്ന നിലയിലേക്ക് മാറി. അങ്ങനെ ബലൂചിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. പക്ഷേ മറ്റു പ്രവിശ്യകളൊക്കെ പാകിസ്ഥാനൊപ്പം ചേർന്നപ്പോൾ അതിനൊപ്പം നിൽക്കാൻ മാത്രമേ അന്ന് അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരുപക്ഷെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ മനസ്സ് അന്നും ഇന്നുമൊക്കെ എപ്പോഴും ഇന്ത്യക്കൊപ്പം തന്നെയാണ്. അതുകൊണ്ട് ഈ സമയത്ത്, ഇപ്പോൾ നടക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ ഈ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന ഒരു സമയത്ത് പാകിസ്ഥാൻ അകത്ത് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, ബലൂചിസ്ഥാൻ മേഖല, അവിടെ നിന്ന് പാകിസ്ഥാനെതിരായി വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 12 പാക് സൈനികരെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ ബംഗ്ലാദേശിൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് 71-ലെ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിഭജനം അംഗീകരിക്കേണ്ടി വന്നിരുന്നു. അന്ന് പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്ക് അത്തരമൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ, ഈ യുദ്ധമുണ്ടായാൽ, ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ അങ്ങനെ ഒരു നിലയിലേക്ക് വീണ്ടും പാകിസ്ഥാൻ വിഭജിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തുമോ എന്ന ആശങ്കയൊക്കെ പാകിസ്ഥാൻ ഭരണാധികാരികൾക്കുമുണ്ട്. SKN.